കൂട്ടുകാരെ, പെബിൾസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ്. അതായത് നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ 2 മുട്ട തനിയെ എടുത്ത് നല്ലോണം വേവിച്ചിട്ട് അതിന്റെ കൂടെ പെപ്പർ കൂടെ ചേർത്ത് നമ്മൾ വെജ് ഫ്രൈഡ് റൈസിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് റെഡിയാകും. വരൂ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇപ്പോൾ നമുക്ക് റൈസ് വെക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഞാൻ അരമണിക്കൂർ ബസ്മതി അരി വെള്ളത്തിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കാം. അരി നമ്മൾ 2 കപ്പ് അളവിനാണ് എടുത്തിരിക്കുന്നത്. കുക്കറിൽ വെക്കുന്നതിന് ഞാൻ ഓൾറെഡി അളവ് തന്നത്, അത് എങ്ങനെ റൈസ് കുക്കറിൽ എത്ര അളവ് വെക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നതാണ്. ഇനി നമുക്ക് വേവാൻ വയ്ക്കാം. ഇതൊരു മിനിമം 15 മിനിറ്റ് എങ്കിലും വെക്കണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അവസാനം നമ്മൾ വെള്ളം ഊറ്റിയെടുത്തിരിക്കണം. അരി നല്ലോണം വേവണം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ചേർക്കാം. എണ്ണ നല്ലോണം ചൂടാവണം. ചൂടായ ശേഷം സ്പ്രിംഗ് ഒനിയൻ അധിക നേരം വഴറ്റേണ്ടതില്ല, ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. 30 സെക്കൻഡ് വെന്ത ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അടുത്തത് ക്യാബേജ്. നമ്മൾ ഫ്രൈഡ് റൈസിന് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ് ഇത് 3 ചേർത്തിരിക്കുന്നത്. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് വരെ ഇത് നല്ലോണം വേവണം. ഇപ്പോൾ അരി വെന്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കിയാൽ വേവ് അറിയാൻ പറ്റും. അരി 1/4 ഭാഗം വെന്താൽ മതിയാവും. ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് വെള്ളം ഊറ്റിയെടുക്കാം. വെള്ളം നല്ലോണം ഊറണം. അതിനുശേഷം നമ്മൾ പാനിൻ്റെ അടിയിൽ ചൂടാറാൻ വെച്ചിട്ട് ഇതിന് മുകളിൽ 1 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിച്ച് കൊടുത്താൽ അരി കുതിർന്ന് വരുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം അരി നല്ലോണം കുതിർന്നിട്ടുണ്ട്. വെള്ളം നല്ലോണം ഊറണം. ഇനി മുന്നേ ചെയ്തു വെച്ചതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. അതിനുശേഷം ഇഞ്ചി കുറച്ച്, അധികം വേണ്ട, ഇങ്ങനെ ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഫ്രൈ ചെയ്യുക. ഒരു 30 സെക്കൻഡ് നല്ലോണം ഫ്രൈ ആക്കണം. ഒരു 1/2 ടീസ്പൂൺ അളവിന് എണ്ണ ചേർക്കാം. ഇത് വെജിറ്റബിളിൻ്റെ കൂടെ ചേർത്താൽ ഫ്ലേവർ നല്ലോണം കിട്ടും. ആദ്യമേ ചെയ്യേണ്ടതില്ല. ഇത് നമ്മൾ വെജിറ്റബിൾ വഴറ്റിയ ശേഷം ഇതുപോലെ വഴറ്റിയാൽ ഇഞ്ചി വെളുത്തുള്ളി ഫ്ലേവർ നല്ലോണം കിട്ടുന്നതാണ്. ടേസ്റ്റും ഉണ്ടാകും. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഒനിയൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് അധികം വേവേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി കുറച്ച് സോയാ സോസും ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ അരി വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. അരി വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പിന്നീട് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എഗ് ഫ്രൈഡ് റൈസിന് 2 എഗ്ഗ് എടുക്കാം. അതിന് ആവശ്യത്തിന് പെപ്പർ, പാകത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടിയും ചേർക്കാം. അതായത് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തോളുക. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിക്കാം. എഗ്ഗ് നല്ലോണം ഉടച്ചെടുക്കുക. ഇനി എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഡ്രൈ ആകണം. അതിനുശേഷം ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഈസിയായൊരു മെത്തേഡാണ്. എഗ്ഗ് എപ്പോഴും തനിയെ ഫ്രൈ ചെയ്തെടുത്തിട്ട് റൈസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നതാകും നല്ലത്. എഗ്ഗ് നല്ലോണം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ്ഗിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സ്വാദിഷ്ടമായ എഗ് ഫ്രൈഡ് റൈസ് റെഡി.
ഞാൻ എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ പെബിൾസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.